രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നാടൻ ചിക്കൻ പെരട്ടാണ്. കട്ടച്ചക്കുഴി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ്. അവിടുത്തെ ചിക്കൻ പെരട്ട് കഴിച്ച് റെസിപ്പി മനസ്സിലാക്കിയ ശേഷമാണ് ഞാനിവിടെ ഈ ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നത്. അവിടുത്തെ ചിക്കൻ പെരട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. ഇനി നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റും. ഈ വീഡിയോ കണ്ടു നോക്കൂ. ചിക്കൻ പെരട്ട് തയ്യാറാക്കാനായിട്ട് 2 കിലോ ചിക്കൻ ബോൺസ് മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടികൾ ചേർത്ത് പുരട്ടി വയ്ക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ വറുത്ത മുളക് പൊടി, 1 സ്പൂൺ വറുത്ത് പൊടിച്ച മസാലപ്പൊടി. ഈ നാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഞാൻ ഇതിൽ ചേർക്കുന്ന മസാല സാജീരകം, പെരുംജീരകം, ജാതിപത്രി, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയുമാണ്. 3/4 സ്പൂൺ ഉപ്പൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് അരമണിക്കൂർ മാറ്റി വയ്ക്കണം. പാൻ ചൂടായിട്ടുണ്ട്. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിട്ട് കൊടുക്കാം. 1 പിടി നിറയെ കറിവേപ്പില, 1/2 പിടി പുതിനയില. ഇലകളൊന്ന് മൂത്ത ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഫ്ലെയിം ലോയിലാക്കിയിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി. പൊടികൾ ഒരുപാട് കറുത്ത് പോകാൻ പാടില്ല. കാൽ സ്പൂൺ ഉപ്പൂടെ ചേർക്കാം. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഇപ്പോൾ മീഡിയത്തിലാക്കിയിട്ടുണ്ട്. മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ഈ വെള്ളത്തിലാണ് വെന്ത് കിട്ടേണ്ടത്. നാടൻ ചിക്കൻ ആയതുകൊണ്ട് വേവായി കിട്ടാൻ 3/4 മണിക്കൂർ എടുക്കും. ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കൂടി അടച്ചു വയ്ക്കാം. വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. ചിക്കൻ വേവായിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും ലേശം പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മസാല ചേർക്കാം. അല്പം കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ രുചികരമായ നാടൻ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇറക്കി വയ്ക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.